ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ കൂടെ വർഷ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അത് പാളി പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രേവതിയുടെ അടുത്ത് പോയിട്ട് പറയും, ചേച്ചി നമുക്ക് ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു പ്രേത സിനിമ കണ്ടാലോ എന്ന് ചോദിച്ചിട്ട് രേവതിയെയും കൂട്ടിയിട്ട് ഹാളിൽ പോയിരുന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രണ്ടുപേരും കൂടെ സിനിമ കാണുക. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ലൈറ്റ് അങ്ങ് ഓണാക്കുവേ. അത് കണ്ട് പോവാണ് നമ്മുടെ രേവതി. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, എടി എന്നെ കണ്ടിട്ട് നിനക്ക് പ്രേതത്തെ പോലെ തോന്നുന്നുണ്ടോ? ചെറിയ കുട്ടികളെ പോലെ ആർത്ത് വിളിക്കുക. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ മുത്തശ്ശിയും ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രേതകഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. പല കുട്ടികളും കരയുന്നിടത്ത് ഞാനിങ്ങനെ ചിരിക്കുമായിരുന്നു. ഒരു പേടിത്തൊണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു പോവാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ വർഷ പറയും, രേവതി ചേച്ചി ഇവരെ ഇന്ന് ഞാൻ പേടിപ്പിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കിടന്നുറങ്ങുന്ന റൂമിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ വർഷ ഓരോ ശബ്ദം ഉണ്ടാക്കിയിട്ട് പേടിപ്പിക്കാൻ കേട്ടോ. ചന്ദ്ര ഇതെൻ്റെ വീടാ, ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ചന്ദ്ര ഇതെൻ്റെ വീടാന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുക കേട്ടോ. അതിനിടയിൽ ഈ ഒച്ചയ്ക്ക് കേട്ടിട്ട് സുധിയും പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പ്രേതം വരാതിരിക്കാൻ കുരിശൊക്കെ കൈകൊണ്ട് തന്നെ വരയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന് നമ്മുടെ ചന്ദ്രയും സുധിയും ഒരുമിച്ച് തട്ടിപ്പോവാണ്. അപ്പോൾ രണ്ടുപേരും പേടിച്ച് ആർത്ത് വിളിക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണ് ഇന്ന് വന്നിട്ടുള്ളത്.